മാതൃകയായിട്ടുള്ള ഒരു ജലോത്സവ സംഘാടക സമിതിയാണ് ഗോതിരത്തെ മുസ്ലിംസ് ജലോത്സവ സംഘടന. കാരണം കൃത്യത എന്ന് പറയുന്നത് ഉറപ്പുവരുത്താൻ 100% അങ്ങേയറ്റം വരെ അതിനുവേണ്ടി നിലകൊള്ളുന്ന ഒരു ജലോത്സവ സംഘാടക സമിതി നമ്മൾ കണ്ടു കഴിഞ്ഞു. ഒന്നിനു പുറകെ എന്താണോ നിങ്ങളൊക്കെ അല്ലേ ഞങ്ങളുടെ വിജയം. നമ്മൾ പറയേണ്ടത് അവർക്ക് കണ്ടോ, അവരൊക്കെയാണ് ഞാൻ പറഞ്ഞില്ലേ, അവർ നമ്മളുടെ വിജയത്തിന്റെ ഭാഗം, അവരൊക്കെയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള കാണണം. അതാണ് നിങ്ങൾക്ക് ഞങ്ങൾക്കും മനസ്സിന് സമാധാനം ഉണ്ടാക്കുന്ന കാര്യം. അത് ഇവിടെ എല്ലാവരും കൃത്യമാണ്. മത്സരം ആരംഭിക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി മത്സരം ആരംഭിക്കുവാൻ സ്നേഹപൂർവ്വം തുടർന്നുള്ള വലത്തുപുറവും മത്സരിച്ചു വരുന്ന അടുത്ത മത്സരത്തിന്റെ തുടർന്നുള്ള ദൃക്സാക്ഷി വിവരണത്തിന് സ്നേഹപൂർവ്വം എ ട്രാക്കിലൂടെ ഗോതിരത്ത്, ബി ട്രാക്കിലൂടെ വടക്കുംപുറം ആവേശത്തോടെ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ കടന്നു വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരൽപ്പം മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട വടക്കുംപുറമാണ് ഒരു തലച്ചുവട് ഒന്ന് മുന്നിലോട്ട് കടത്തി വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇല്ല, ഒപ്പമുണ്ട് ഗോതിരത്ത്. കാരണം ഇതെന്റെ നാടിന്റെ മത്സരമാണ്. ഈ നാട്ടിലെ മത്സരത്തിൽ എനിക്ക് വിജയക്കുറി തീർത്തേ മതിയാകൂ എന്ന് പറഞ്ഞുകൊണ്ട് ഗോതിരത്തും കടന്നു വരുമ്പോൾ ശക്തമായിട്ടുള്ള ഒരു മത്സരം. ഏകദേശം നമ്മുടെ ട്രാക്കിന്റെ പകുതി ദൂരം പിന്നിടുമ്പോൾ രണ്ട് കളിവളങ്ങളും ഒപ്പത്തിനൊപ്പമാണോ? ഇല്ല, ഒരൽപ്പം മുൻപിൽ വടക്കുംപുറം. ഇല്ല, ഒപ്പമുണ്ട് ഗോതിരത്ത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒന്ന് കൈയടിച്ചൂടെ, ഒന്ന് ആർപ്പ് വിളിച്ചൂടെ? 15ാമത് ഗോതിരത്ത് മുസ്ലിം ജലോത്സവത്തിലെ 4ാം പാദ മത്സരത്തിൽ വീണ്ടും തുല്യത പാലിച്ചുകൊണ്ട് ഒപ്പത്തിനൊപ്പം ക്യാമറ കണ്ണുകൾ കൊണ്ട് മാത്രം ജലോത്സവ വിജയം പ്രഖ്യാപിക്കാൻ കഴിയുന്ന രീതിയിലുള്ള മനോഹരമായിട്ടുള്ള ഒരു മത്സരത്തിലേക്ക് ഇതാ നമ്മുടെ കൺമുൻപിലേക്ക് മധ്യ കേരളത്തിന്റെ രണ്ട് കൊമ്പ അവരുടെ നെടുമ്പങ്കായങ്ങള് ജനഗണങ്ങളെ ആകാശം മുട്ടെ കുത്തിയെറിഞ്ഞുകൊണ്ട് കടന്നു വരുമ്പോൾ ഫിനിഷിംഗ് പോയിന്റിലേക്ക് പൊഞ്ചനത്തമ്മേ ഗോതിരത്ത് പുത്ര ആരാണ് വിജയത്തിന്റെ സോപാനത്തിലേക്ക്, ആരാണ് വിജയിക്കുകയെന്ന് പ്രവചിക്കാൻ കഴിയാത്ത രീതിയിലുള്ള മത്സരം കാഴ്ചവെച്ചുകൊണ്ട് രണ്ട് വള്ളങ്ങളും ഫിനിഷ് മാറ്റി കടന്നുപോയിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. ആരാണ് വിജയിച്ചത്, ആരാണ് പരാജയപ്പെടുകയെന്ന് ഒന്നാം മത്സരത്തിൽ എ ട്രാക്കിലൂടെ കടന്നു വന്ന ഗോതുരുത്ത് പുത്രൻ വിജയിച്ചതായി ജഡ്ജസ് പ്രഖ്യാപിക്കുന്നു. എ ട്രാക്കിലൂടെ കടന്നു വന്ന ഗോതുരുത്ത് പുത്രൻ വിജയിച്ചതായി ജഡ്ജസ് പ്രഖ്യാപിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മത്സരം അങ്ങനെ തുടരുകയാണ്. ഇരുട്ടുകുത്തി ജലരാജാക്കന്മാർ പറമ്പിൽ തന്നെ ഒരൽപ്പം മുൻപിലേക്ക്. എന്തൊരു സൗന്ദര്യം! സെന്റ് ജോർജ് പുണ്യവാളൻ ആ തലക്കയിൽ അങ്ങനെ എഴുന്നേറ്റ് നിന്ന് അങ്ങനെ ചൂരിപ്പായുന്ന പുത്തൻപറമ്പിലും ഒപ്പം പിടിച്ച് ഹനുമാൻ നമ്പർ അങ്ങനെ നല്ല സുന്ദരമായിട്ടുള്ള ഒരു മത്സരം കാഴ്ചവെച്ചുകൊണ്ട് രണ്ട് കളിവള്ളങ്ങളും കടന്നു പോകുമ്പോൾ 15ാമത് മുസ്ലിം ജലോത്സവത്തിന്റെ ആ മനോഹാരിത ലോകമെമ്പാടുമുള്ള ജലോത്സവ പ്രേമികൾക്ക് നമ്മുടെ ആ പൈലറ്റ് ബോട്ടിന്റെ നേരെ അപ്പുറത്ത് കിടക്കുന്ന ആ ചെറിയ വെള്ളം അവിടെ നിന്ന് ഒതുക്കി മാറ്റിയിടണം. അവർ മാറ്റിയിട്ടുണ്ട്. ഇതാ പച്ചക്കൊടി കാണിച്ചിരിക്കുന്ന അന്തരീക്ഷം. ട്രാക്ക് സുസജ്ജമായിട്ട് കിടക്കുന്നു. നമ്മുടെ മുസ്ലിം സ്പോർട്സ് ക്ലബിന്റെ വാട്ടർ ട്രാക്ക് സുന്ദരമാണ്, സുലഭിതമാണ്. ആദ്യമായി ഈ മധ്യ കേരളത്തിൽ നമ്മുടെ ദേശങ്ങളുടെ പേരിൽ ആദ്യമായി അമ്പലപ്പുഴയും ആലപ്പുഴയും കുട്ടനാടൻ പ്രദേശവുമാണ് തന്റെ നാടിന്റെ പേരിൽ വള്ളമിറക്കിയിരുന്നെങ്കിൽ അത് തിരിച്ചു കൊടുത്തുകൊണ്ട് ഈ തിരിച്ചു തുറന്ന് 500 തരം പ്രിയപ്പെട്ട വള്ളം കൊടുത്ത്
അതിന്റെ അണിയത്ത് ചിത്തിത്തറയുണ്ട്, അമരത്ത് അനു ജനദാസുണ്ട്. ആവേശമുള്ള കുത്തുമണികളെ കോരിയെറിഞ്ഞുകൊണ്ട് ആ മത്സരം അങ്ങനെ ഫിനിഷിംഗ് പോയിന്റിന്റെ ഏതാണ്ട് ഇഞ്ചുകളുടെ എണ്ണം പറഞ്ഞുകൊണ്ട്, പങ്കായങ്ങളുടെ കൃത്യത പറഞ്ഞുകൊണ്ട് 1 മിനിറ്റിൽ 60 സെക്കൻഡിൽ 60 പങ്കായം വീഴുമെങ്കിൽ 3 മിനിറ്റിൽ 180 പങ്കായത്താൽ ഈ ഫിനിഷിംഗ് പോയിന്റ് ഈ ജലവന്തപ ട്രാക്കിനെ ഇവിടെ കൂടിയിരിക്കുന്ന ആയിരക്കണക്കിന് ഒരു അട്ടിമറി വിജയത്തിന് വേണ്ടി SSBCയുടെ കൈക്കരുത്തിൽ ഏതാണ്ട് ഫിനിഷിംഗ് പോയിന്റിലേക്ക് കടക്കുമ്പോൾ ഒപ്പത്തിനൊപ്പമുള്ള ഒരു പരിശ്രമത്തിന് അവര് ശക്തമായി ശ്രമിച്ചുകൊണ്ട് കടന്നു പോകുന്നു. 2 വള്ളങ്ങളും ഏതാണ്ട് ഉജ്ജ്വലമായ ഒരു പോരാട്ടം നടത്തിക്കൊണ്ട് ഫിനിഷിംഗ് പോയിന്റ് കടന്നുപോയ കാഴ്ചയാണ്. അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട ഉമാമഹേശ്വരൻ ആചാര്യയുടെ കരവിരുതിനാൽ അങ്ങനെ ജന്മം കൊണ്ട് വടക്കുംപുറം നടേശൻ ചേട്ടനാൽ പുതുക്കി പണികൾക്ക് ശേഷം നീറ്റിലേക്ക് ഇറങ്ങിയ ജിബി തട്ടകൻ. ആര് വിജയിക്കും? തോമസ് തട്ടകത്തിന്റെ ഉടമസ്ഥതയിലുള്ള ജിബി തട്ടകൻ, വടക്കുംപുറം കരയുടെ നേതൃത്വത്തിലുള്ള വടക്കുംപുറം. ഇതാ വീണ്ടും ഇഞ്ചോടിഞ്ച് പോരാട്ടം. ആര് വിജയിക്കും എന്റെ പ്രിയപ്പെട്ടവരെ? ഒപ്പത്തിനൊപ്പമല്ലേ? ജിബി തട്ടകനാണോ, വടക്കുംപുറയാണോ, സിൻഡോയാണോ, ഹാരിസിക്കയാണോ, ജിത്തേട്ടനാണോ, തിലകൻ ചേട്ടനാണോ? എല്ലാവരും പുരിഞ്ഞു പോരാടുമ്പോൾ ഒരൽപ്പം മുൻപിൽ സിംഹരാജൻ വടക്കുംപുറമാണോ? ഇല്ല, ജിബി തട്ടകനാണ്. ഇല്ല, ഒപ്പമുണ്ട് വടക്കുംപുറം. ഇഞ്ചോടിഞ്ച് പോരടിച്ചുകൊണ്ട് 2 കളിവള്ളങ്ങളും. പ്രിയപ്പെട്ടവരെ ഒന്ന് ശ്രദ്ധിക്കുക, സ്കൂബ ടീം ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ കളിവള്ളം ഒന്ന് മറിഞ്ഞിട്ടുണ്ട്. ഒന്ന് അടിയന്തരമായിട്ട് നമ്മൾ ആരും നോക്കി നിൽക്കരുത്. അവർക്ക് വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കണം. കാരണം അവരവിടെ നിന്ന് വലിച്ചു വരുമ്പോൾ നമ്മൾ മനസ്സിൽ കരുതുന്നത് പോലെയുള്ള ഒരു ശാരീരിക ക്ഷമത അവർക്കുണ്ടായിരിക്കുകയില്ല. ഈ 1.5 മിനിറ്റ് 2 മിനിറ്റ് ദൈർഘ്യദൂരം സർവ്വശക്തിയും ആ തുഴകളിൽ ആവാഹിച്ചുകൊണ്ട് കടന്നു വരുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവർ ആരും നോക്കി നിൽക്കരുത്. നമ്മളുടെ നാടിന്റെ ഐക്യം കാണിക്കേണ്ട ഒരു സമയമാണ്. വള്ളം അവിടെ മറിഞ്ഞിട്ടുണ്ട്. ദൈവത്തെ ഓർത്ത് എല്ലാവരും ഒന്ന് ചെല്ലുക. അതോടൊപ്പം തന്നെ സ്കൂബ ടീം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അടിയന്തരമായി വടക്കുംപുറം വള്ളത്തിന്റെ അടുത്തേക്ക് ചെന്ന് തുഴച്ചിൽക്കാർക്ക് വേണ്ടുന്ന സഹകരണങ്ങൾ ഒക്കെ ചെയ്തു കൊടുക്കണം. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ഓർമ്മിക്കാനുണ്ടോ, ആ കുറ്റിയിൽ തൊടാതെ ഒന്ന് മാറി കൊച്ചുവള്ളങ്ങളൊക്കെ പോകണം. കാരണം ആ ഒരു കുറ്റി ക്രമീകരിക്കുന്നതിന് മണിക്കൂറുകളോളം സമയമെടുത്തുകൊണ്ട് നമ്മുടെ അമരക്കാരൻ നമ്മുടെ തിലകൻ ചേട്ടനെ ഒന്ന് ഓക്കെ, തിലകൻ ചേട്ടൻ ഓക്കെയാണ്. ഓക്കെ, അപ്പോ ഈ ഒരു കുറ്റി സ്ഥാപിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട സെബിച്ചേട്ടനോ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ജലോത്സവ വിജയം പ്രഖ്യാപിക്കാനോ തിരിച്ചറിയാനോ കാണാൻ കഴിയാത്ത രീതിയിലുള്ള മത്സരങ്ങളാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഏകീകരണം അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ ഫിനിഷിംഗ് പോയിന്റ് വരെ കൃത്യമായിട്ടുള്ള ഏകീകരണവും നല്ല നിയന്ത്രണങ്ങളും ഒക്കെ മുസ്ലിം സ്പോർട്സ് ക്ലബ്ബ് വളരെ കൃത്യതയോടുകൂടി നടപ്പാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ കൊച്ചുവള്ളങ്ങളൊക്കെ കുറ്റിയിൽ തട്ടാതെ പോകണമെന്ന് ഏറെ സ്നേഹത്തോടുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ സന്തോഷേട്ടനൊക്കെ കേൾക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ കുറ്റിയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. വഞ്ചി ഒന്ന് ചെറുതായിട്ട് നടുക്കത്തെ കുറ്റിയിൽ മുട്ടിയിട്ടുണ്ട്. ഇനി നടക്കാനിരിക്കുന്നത് എ ഗ്രേഡ് വിഭാഗത്തിന്റെ ജലരാജാക്കന്മാരുടെ തീപാറും പോരാട്ടങ്ങൾക്ക് സാക്ഷികളാകാൻ അവരെ കാത്തു നിൽക്കുമ്പോൾ ഇഞ്ചോടിഞ്ച് പോരടിച്ചുകൊണ്ട് ആ ജലരാജാക്കന്മാർ കടന്നു വരുമ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു നമ്മുടെ പറഞ്ഞ മാത്രയിൽ തന്നെ നമ്മുടെ നാടിന്റെ ഐക്യം വിളിച്ചോദിക്കൊണ്ട് നമ്മുടെ കൊച്ചുവള്ളങ്ങളൊക്കെ ചെന്ന് നമ്മുടെ തുഴച്ചിൽക്കാരൊക്കെ സുരക്ഷിതമായി കരകളിലേക്ക് എത്തിച്ചു എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഏറെ സ്നേഹത്തോടു കൂടി നമ്മുടെ മുസ്ലിം ജലോത്സവ സംഘാടക സമിതിയുടെ ഭാഗത്തു നിന്ന് നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ജലോത്സവം എന്റെ പ്രിയപ്പെട്ട മുൻപന്തിയിലുള്ള നമ്മുടെ ആൽഡ്രനും മാർസൻ ചേട്ടനും സെബിച്ചേട്ടനും ജിപ്സൺ ചേട്ടനും തീറ്റപ്പൻ ചേട്ടനും അങ്ങനെ പിടിച്ചിട്ട് ഒരുപാട് ആളുകൾ, ജിപ്പിച്ചേട്ടൻ അങ്ങനെ ഒരുപാട് ആളുകൾ ഈ ജലോത്സവം നമുക്കറിയാം. നമ്മുടെ ഈ പ്രദേശത്ത് എത്രയോ ജലോത്സവങ്ങളാണ്. ഏകദേശം 12ഓളം ജലോത്സവങ്ങൾ ഈ പറവൂർ മണ്ഡലത്തിൽ മാത്രം ഉണ്ടായിരുന്ന ജലോത്സവങ്ങളൊക്കെ നമുക്ക് ഇപ്രാവശ്യം ആകെ പറഞ്ഞു വന്നാൽ 2 മത്സരങ്ങൾ മാത്രമാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത്. ഒന്ന് ഗോതിരത്ത് GBR, 2 കോട്ടപ്പുറം മുസ്ലിം ജലോത്സവം.
മൂന്നാമത് ഇന്ന് നമ്മുടെ ഗോതിരത്ത് മുസ്ലിം ജലോത്സവം. അപ്പോൾ ഒട്ടനവധി ജലോത്സവങ്ങൾ സാമ്പത്തികത്തിന്റെ പരാധീനത മൂലം നിന്നു പോകുമ്പോൾ നമുക്ക് ഓരോ ജലോത്സവങ്ങൾ നഷ്ടമായി കൊണ്ടിരിക്കുന്നു. എന്തായാലും എല്ലാവരുടെയും അകമഴിഞ്ഞ സഹകരണങ്ങൾ ആവശ്യമാണ്. എല്ലാവരും സഹകരിക്കും എന്ന് തന്നെ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഒരു കൂപ്പണുകൾ എടുത്ത് 100 രൂപയാണ് ഒരു കൂപ്പണിന്. ചിലപ്പോ ഈ വേദി വിടുമ്പോൾ 25,000 15,000 10,000 ഒക്കെ സ്വന്തമാക്കിക്കൊണ്ട് സന്തോഷത്തോടു കൂടി ഈ ജലോത്സവ ട്രാക്ക് വിട്ടുപോകാനുള്ള ഒരു ഭാഗ്യം ചിലപ്പോൾ ഗോതിരത്ത് 15ാമത് മുസരീസ് ജലോത്സവത്തിന്റെ ബി ഗ്രേഡിലെ 2ാം പാദ സെമി ഫൈനൽ മത്സരത്തിൽ ബി ട്രാക്കിലൂടെ കടന്നു വന്ന വടക്കുംപുറം വിജയിച്ചതായി ജഡ്ജസ് പ്രഖ്യാപിക്കുന്നു. ബി ട്രാക്കിലൂടെ കടന്നു വന്ന വടക്കുംപുറം വിജയിച്ചതായി ജഡ്ജസ് പ്രഖ്യാപിക്കുന്നു. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വടക്കുംപുറം സെമി ഫൈനൽ മത്സരത്തിൽ വിജയകിരീടം ചൂടിക്കൊണ്ട് ഫൈനലിലേക്കുള്ള എൻട്രി നേടി. നമ്മുടെ പൈലറ്റ് ബോട്ട് ജെയ്സൺ ചേട്ടൻ കേൾക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഫിനിഷിംഗ് പവലിന് മുമ്പിലേക്ക് എത്തിച്ചേരണം. അടിയന്തരമായി പൈലറ്റ് ബോട്ട് ഫിനിഷിംഗ് പവലിന് മുമ്പിലേക്ക് എത്തിച്ചേരണമെന്ന് ഏറെ സ്നേഹത്തോടുകൂടി സംഘാടക സമിതി ഓർമ്മിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ വടക്കുംപുറം നമുക്കറിയാം, കഴിഞ്ഞ ഗോതിരത്ത് GBR ജലോത്സവത്തിൽ അവരുടെ ഒരു തുഴച്ചിൽക്കാരന് ശാരീരികമായിട്ടുള്ള ചെറിയ അസ്വസ്ഥതകൾ വന്നത് മൂലം എത്തിപ്പെടാൻ വൈകിയതിന്റെ പേരിൽ അവർക്ക് മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. എങ്കിൽ കൂടിയും ഇന്ന് അവർ ശരിക്കും അരയും തലയും മുറുക്കി ഇന്ന് ഈ ജലോത്സവത്തിന്റെ വിജയകിരീടം ചൂടുന്നതിന് വേണ്ടി കൃത്യമായ പരിശീലനങ്ങളൊക്കെ സ്വീകരിച്ച് ഇന്ന് മുസ്ലിം ട്രാക്കിൽ ആവേശത്തോടെ തുഴകൾ എറിഞ്ഞുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന ജലോത്സവ പ്രേമികൾക്കൊക്കെ ആവേശം പകർന്നുകൊണ്ട് കടന്നു പോകുന്ന. എന്തായാലും ഇനി നമുക്ക് വളരെ കുറച്ച് മത്സരങ്ങൾ മാത്രം പറയാതെ തന്നെ കൈയടിക്കുകയും മാർപ്പ് വിളിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള മധ്യ കേരളത്തിന്റെ എ ഗ്രേഡ് വിഭാഗത്തിന്റെ സെമി ഫൈനൽ മത്സരങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നടക്കാനിരിക്കെ എന്തായാലും ആ മത്സരം വേഗത്തിൽ കുതിച്ചു പാഞ്ഞ് കടന്നു വരുമ്പോൾ പുത്തൻപറമ്പിലെ ഗോതിരത്ത് പുത്ര, ഗോതിരത്തിന്റെ മാനസപുത്രനും ഗോതിരത്തിന്റെ പ്രിയപ്പെട്ട പുത്തൻപറമ്പിലും തമ്മിൽ ഇഞ്ചുകളുടെ വ്യത്യാസം പറഞ്ഞ് ഇതാ ഫിനിഷിംഗ് പോയിന്റിലേക്ക് ഒന്ന് കുതിച്ച് ചാടി കയറി മുന്നോട്ട് കടക്കുമ്പോൾ ഇവിടെ വിജയം ആരുടെ കൂടെയാണെന്ന് പ്രവചിക്കാൻ സാധിക്കാത്ത രീതിയിൽ ഉജ്ജ്വലമായ മത്സരം കടന്ന് ഇതാ ഫിനിഷിംഗ് പോയിന്റ് കടന്നു പോയെങ്കിൽ ഇവിടെ ആവേശത്തിന്റെ തേരോട്ടം. കടന്നു വരുമ്പോൾ മടപ്പ്ള തുരുത്ത് KBC കുറങ്കോട്ടയുടെ കരുത്തിൽ ക്യാപ്റ്റൻ ജിപ്സൺ ആന്റണി, വെങ്ങണത്ത് അതിന്റെ ലീഡിംഗ് ക്യാപ്റ്റൻ അതുപോലെ തന്നെ തമ്പി രാജ് നയിച്ചുകൊണ്ട് കടന്നു വരുമ്പോൾ സ്പോൺസർ ചെയ്യുന്നത് പ്ലാറ്റിനം ഗോൾഡ് ജ്വല്ലറി ആണെങ്കിൽ അണിയത്ത് രൂപേഷ്, അതുപോലെ തന്നെ അമരം മണി നയിച്ചുകൊണ്ട് മടപ്പ്ള തുരുത്ത് വള്ളം എ ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ ഏതാണ്ട് 700 മീറ്റർ ദൈർഘ്യമുള്ള ഈ വാട്ടർ ട്രാക്കിലൂടെ ഏതാണ്ട് സുന്ദരമായ ഒരു മത്സരം കാഴ്ചവെച്ചുകൊണ്ട് ഏതാണ്ട് 2-3 കുറ്റിപ്പാട് മത്സരം പിന്നിട്ട് കഴിഞ്ഞ സമയത്ത് 2 വള്ളങ്ങളും തുല്യ ശക്തി കാഴ്ചവെച്ചുകൊണ്ട് ഒപ്പത്തിനൊപ്പം ഇഞ്ചോടിഞ്ച് അതിന്റെ മുൻതലകള് ഇരു നിരയിലേക്കും ഇരുവശങ്ങളിലേക്കും ജലഗണങ്ങളെ കോരിയെറിയുന്ന മഹത്തായ കാഴ്ച ഇവിടെ നിന്ന് നോക്കുമ്പോൾ എത്ര സുന്ദരമാണ്, എത്ര സുരഭിലമാണ്. 2 വള്ളങ്ങളുടെയും അമര പങ്കായക്കാര് ഏതാണ്ട് ഇത് ബി ട്രാക്ക് വള്ളമാണ് അല്ലെങ്കിൽ ബി ഗ്രേഡ് വള്ളമായത് കൊണ്ടാണോ എന്നറിയില്ല, 2 വള്ളത്തിന്റെയും ഓരോ അമരക്കാര്, ഒരു വള്ളത്തിന് 2 അമരക്കാരും ഇതാ എഴുന്നേറ്റ് നിന്ന് ഉജ്ജ്വലമായ പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടാണ് കടന്നു വരുന്നത്. ഏതാണ്ട് അവരുടെ അടപങ്കായങ്ങൾ ജലഗണങ്ങളെ കുത്തിയെറിഞ്ഞ് ആകാശത്തിന്റെ മുകളിലേക്ക് കുത്തിയെറിയുമ്പോൾ എത്ര സുന്ദരമായിട്ടാണ് ആ മുത്തുമണികൾ പോലെ ആ ജലഗണങ്ങള് വാരി വിതറിക്കൊണ്ട് കടന്നു വരുന്നത്. പ്രിയപ്പെട്ടവരെ ഒന്ന് നോക്കിക്കേ, ക്യാമറാമാൻമാർ ശ്രദ്ധിക്കുക, ജഡ്ജസ് ശ്രദ്ധിക്കുക. ഏതാണ്ട് ബി ഗ്രേഡിന്റെ ഫൈനൽ മത്സരം, ഒരു ഫൈനൽ മത്സരം എന്തായിരിക്കണമെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു മത്സര വീര്യം കാഴ്ചവെച്ചുകൊണ്ട് ഉജ്ജ്വലമായ ഒരു പ്രകടനം, ആവേശകരമായ മത്സരം, എന്തൊരു സുന്ദരമായ പറന്നു വെട്ടുക എന്നൊക്കെ പറയുന്നത് പോലെ പറന്നു വെട്ടാൻ ഏതാണ്ട് അട്ടിമറി വിജയത്തിന് വേണ്ടി ഉജ്ജ്വലമായ പ്രകടനത്തിന് വേണ്ടി കാഴ്ചവെക്കുന്ന സുന്ദരമായ മത്സരം, ആവേശമുള്ള മത്സരം കാഴ്ചവെച്ചുകൊണ്ട്
ഉജ്ജ്വല പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് ഇഞ്ചോടിഞ്ച് പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് മഹത്തായ ഒരു പോരാട്ടം നടത്തി. രണ്ട് വള്ളങ്ങളും ഏതാണ്ട് ഇഞ്ചുകളുടെ മത്സര വീര്യം കാഴ്ചവെച്ചുകൊണ്ട് കടന്നുപോയെങ്കിൽ എത്ര മനോഹരമാണ് പ്രിയപ്പെട്ടവരെ. രണ്ട് വള്ളം ഒന്ന് പെട്ടെന്ന് ആ തുഴക്കാരന്റെ അടുത്തേക്ക് ചെല്ലുക. രണ്ട് വള്ളം എത്രയും പെട്ടെന്ന് ആ തുഴച്ചിൽക്കാരന്റെ അടുത്തേക്ക് ചെല്ലുക. ഒന്ന് സ്പീഡായിട്ട്. 2 മിനിറ്റ് നേരം ഫയർ ആൻഡ് റെസ്ക്യൂസിന്റെ ആളുകൾ എത്തും. യാത്ര ആരംഭിച്ചുവെങ്കിൽ തൃപ്രയാറും കോട്ടപ്പുറവും GBR-ഉം കടന്ന് ഇന്നിതാ ഈ മുസിരീസ് ജലോത്സവത്തിൽ ആദ്യമായി ഈ ട്രാക്കിനെ പുൽകുമ്പോൾ ഈ ട്രാക്കിലെ ആദ്യ വിജയം സ്വന്തമാക്കാനാകുമോ എന്നുള്ളതിന് വേണ്ടി ഏകദേശം നമ്മളിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ എന്റെ പ്രിയപ്പെട്ടവരെ. നമ്മുടെ പ്രിയപ്പെട്ട സുബ്രഹ്മണ്യൻ ചേട്ടൻ ഇന്നലെ കോട്ടപ്പുറത്ത് ഈ ജലോത്സവ ലോകമെമ്പാടുമുള്ള ജലോത്സവ പ്രേമികൾ കണ്ടു കാണും. അദ്ദേഹത്തിന്റെ പോരാട്ട വീര്യം അവസാനമായി തന്റെ പൊന്നോമനായ ഗരുഡനെ തൊട്ടുവണങ്ങി ജലോത്സവ പ്രേമികൾക്ക് മുമ്പിൽ കൈകൂപ്പി തന്റെ ജലോത്സവ ജീവിതം ഇവിടെ അവസാനിപ്പിക്കുന്നു. അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് മത്സരം ആരംഭിച്ചപ്പോൾ നിങ്ങൾ നോക്കിക്കുക എന്റെ പ്രിയപ്പെട്ടവരെ. ഉച്ചവെയിലിന്റെ പൊൻകിരണങ്ങളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് എത്ര സുന്ദരമായി തുഴകൾ എറിഞ്ഞുകൊണ്ടാണ് 2 ടീമുകളും കടന്നു വരുന്നത്. ആ പങ്കായങ്ങളിൽ നിന്ന് ഉതിരുന്ന ജലഗണികൾക്ക് പോലും ആ പോരാട്ട വീര്യത്തിന്റെ കഥ പറയാനില്ലേ. അതിനിടയിൽ കൂടി ഒരു മഴവിൽ മനോഹാരിത നിറയുന്ന ദൃശ്യവിസ്മയം നമുക്കിടത്ത് നിന്ന് ആ തുഴകൾ കൊണ്ട് അമ്മാനമാടുമ്പോൾ 15ാമത് മുസിരീസ് ജലോത്സവത്തിന്റെ ഫൈനൽ മത്സരം 700 മീറ്റർ അടങ്ങുന്ന ഈ മനോഹരമായ വാട്ടർ ട്രാക്കിന്റെ പകുതി ദൂരം മുന്നിടുമ്പോൾ പ്രൗഢി നിറഞ്ഞ ഈ ഫൈനൽ മത്സരത്തിന്റെ ആവേശം പകരാൻ ജലോത്സവ പ്രേമികളുടെ കണ്ണുകൾ അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരൽപ്പം മുമ്പ് ഗരുഡനാണോ ആ വെള്ളപ്പങ്കായങ്ങൾ പെരുകുകയാണോ? ഇല്ല, ഒപ്പമുണ്ട് ഗോതിരത്ത് പുത്രൻ. ശക്തമായിട്ടുള്ള ഒരു ഗരുഡനും ഇതാ അവസാന കുറ്റിയിലേക്ക് എത്തുമ്പോൾ ഒരൽപ്പം മുൻപിൽ ഗോതിരത്ത് പുത്രനാണോ? ഇല്ല, ഗരുഡനാണ്. ഗരുഡൻ ഇതാ മുസിരീസ് ട്രാക്കിന് മീതെ പറന്നിറങ്ങാൻ തയ്യാറെടുക്കുകയാണോ? ഇല്ല, പിടിച്ചു കെട്ടാൻ ഗോതിരത്ത് പുത്രനുണ്ട്. ഇഞ്ചോടിഞ്ച് പോരടിച്ചുകൊണ്ട് ആവേശം അലതല്ലുന്ന മനോഹരമായിട്ടുള്ള ഒരു മത്സരം. ഗരുഡൻ ഗോതിരത്ത് പുത്രൻ ഇഞ്ചോടിഞ്ച് കട്ടക്കട്ട് ഒപ്പത്തിനൊപ്പം അയ്യട അപ്പോയട എന്നുള്ള തലത്തിൽ ഗരുഡൻ ഗോതിരത്ത് പുത്രൻ അയ്യട അപ്പോയട എന്നുള്ള തലത്തിൽ ഗോതിരത്ത് പുത്രനാണോ? ഗരുഡനാണോ? ഗരുഡൻ ഗോതിരത്ത് പുത്രൻ ഇഞ്ചോടിഞ്ച് പോരടിച്ചുകൊണ്ട് അവസാന കുത്തിയിലേക്ക് ഗോതിരത്ത് പുത്രൻ ഗരുഡൻ ആവേശകരമായിട്ടുള്ള ഒരു മത്സരം കാഴ്ചവെച്ചുകൊണ്ട് 2 കളി വള്ളം വിജയിച്ചതായി ജഡ്ജസ് പ്രഖ്യാപിക്കുന്നു. ഔദ്യോഗികമായിട്ടുള്ള ഫലപ്രഖ്യാപനവും കൂടി എത്തിക്കഴിഞ്ഞു. എന്തായാലും ഗരുഡൻ മുസിരീസ് ട്രാക്കിലെ മത്സരത്തിൽ ആദ്യ മത്സരത്തിൽ തന്നെ ഗരുഡൻ വിജയക്കൊടി നാട്ടിക്കൊണ്ട് വീണ്ടും തന്റെ ജൈത്രയാത്ര തുടരുകയാണ്. എന്തായാലും നല്ല മനോഹരമായിട്ടുള്ള ഒരു മത്സരം കാഴ്ചവെച്ചുകൊണ്ട് ഗോതിരത്ത് പുത്രനും ഒപ്പം നല്ലൊരു പോരാട്ട വീര്യം കാഴ്ചകൊണ്ട് ഗോതിരത്ത് പുത്രനും ഒപ്പമുണ്ടായിരുന്നു. നല്ലൊരു മത്സരം, ഒപ്പത്തിനൊപ്പമുള്ള ഇഞ്ചോടിഞ്ച് പോരാടിയ മത്സരത്തിൽ ഒരൽപ്പത്തിന് ഗോതിരത്ത് പുത്രന് വിജയം നഷ്ടമായി. എങ്കിലും ഇനിയും അവസരങ്ങൾ ഒരുപാട്. ഒറ്റയുടെ സ്ഥാനം 6, 10ന്റെ സ്ഥാനം 3, 100ന്റെ സ്ഥാനം 0. ഒറ്റയുടെ സ്ഥാനം 4, 10, 9, 10ാം സ്ഥാനം 9. വീണ്ടും 9, 4. 7ാം സമ്മാനമായ പ്രഷർ കുക്കർ അടിച്ചിരിക്കുന്ന സമ്മാനം കൂപ്പൺ 49.94. Friends Tekekadavu, Ashwin Dev and Jimmy Kuttaparthin Memorial Trophy sponsored by Friends Godiruth. A Vibhagam Rolling Trophy sponsored ചെയ്തവർ തൈക്കാട്ട് ജോസഫ് മെമ്മോറിയൽ ട്രോഫി സ്പോൺസർഡ് ബൈ ആന്റണി തൈക്കാട്ട് ചായക്കട ഗോതിരുത്ത്. കളത്തിൽ ഇനി സമ്മാന വിതരണ വേദിയിലേക്ക് ഏവരെയും വിജയിച്ച എല്ലാ ടീമംഗങ്ങളെയും ക്യാപ്റ്റന്മാരെയും ഏറെ സ്നേഹത്തോടു കൂടി നമ്മുടെ പവനിന് പിറകിലുള്ള വേദിയിലേക്ക് ട്രോഫികൾ നിരത്തി വെച്ചിരിക്കുന്ന വേദിയിലേക്ക് ഏറെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുകയാണ്. എന്തായാലും 15ാമത് മുസിരീസ് ജലോത്സവം കട്ട് ചെയ്തോ, അതവിടെ അഴിച്ചിട്ടാ മതി.
അതാ ഞങ്ങൾക്ക് പോകാൻ ഗ്രൂപ്പിൽ 11 അടുത്തതായി ബി വിഭാഗം എവർ റോളിംഗ് ട്രോഫികളാണ്. ബി വിഭാഗം ഒന്നാം സ്ഥാനക്കാർക്കുള്ള എവർ റോളിംഗ് ട്രോഫികളുമാണ്. ബി വിഭാഗത്തിന്റെ ഒന്നാം സ്ഥാനക്കാരെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പുതിയ വീട്ടിൽ ജിയോ സെബാസ്റ്റ്യൻ മെമ്മോറിയൽ സ്പോൺസർഡ് ബൈ ഫ്രണ്ട്സ് ഗോതിരത്ത്. പുതിയ വീട്ടിൽ ജിയോ സെബാസ്റ്റ്യൻ മെമ്മോറിയൽ സ്പോൺസർഡ് ബൈ ഫ്രണ്ട്സ് തെക്കേത്തുരുത്ത്. ബി എവർ റോളിംഗ് ട്രോഫി ലെനീഷ് ജോസഫ് മെമ്മോറിയൽ സ്പോൺസർഡ് ബൈ ജോസഫ് സലീം കോണത്ത്. ബി വിഭാഗം എവർ റോളിംഗ് ട്രോഫി പുതിയ വീട്ടിൽ ജിയോ സെബാസ്റ്റ്യൻ മെമ്മോറിയൽ സ്പോൺസർഡ് ബൈ ഫ്രണ്ട്സ് ഗോതിരത്ത്. പുതിയ വീട്ടിൽ ജിയോ സെബാസ്റ്റ്യൻ മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫി സ്പോൺസർഡ് ബൈ ഫ്രണ്ട്സ് ഗോതിരത്ത്. പുതിയ വീട്ടിൽ ജിയോ സെബാസ്റ്റ്യൻ മെമ്മോറിയൽ സ്പോൺസർഡ് ബൈ ഫ്രണ്ട്സ് ഗോതിരത്ത്. ബി വിഭാഗത്തിന്റെ എവർ റോളിംഗ് ട്രോഫി. അടുത്തതായി റയാൻ ജോ എഡിസൺ മെമ്മോറിയൽ സ്പോൺസർഡ് ബൈ ഫ്രണ്ട്സ് ഗോതിരത്ത്. റയാൻ ജോ എഡിസൺ മെമ്മോറിയൽ സ്പോൺസർഡ് ബൈ ഫ്രണ്ട്സ് ഗോതിരത്ത്. ബി വിഭാഗത്തിന്റെ റോളിംഗ് ട്രോഫികൾ. അടുത്തതായി ബിയിലെ റോളിംഗ് ട്രോഫി മനീക് മനക്കിൽ മെമ്മോറിയൽ സ്പോൺസർഡ് ബൈ ത്രേസ്യാമ മനീക് മനക്കിൽ. അടുത്തതായി ബി വിഭാഗത്തിന്റെ റോളിംഗ് ട്രോഫി മനീക് മനക്കിൽ മെമ്മോറിയൽ സ്പോൺസർഡ് ബൈ ത്രേസ്യാമ മനീക് മനക്കിൽ. കളത്തിൽ തൊമ്മച്ചൻ, ഏലിയക്കുട്ടി തൊമ്മച്ചൻ ആൻഡ് ലൂസി തൊമ്മച്ചൻ മെമ്മോറിയൽ സ്പോൺസർഡ് ബൈ ഫിവിൻ വ്യാസ് കളത്തിൽ. അടുത്തത് കോണത്ത് ത്രേസ്യ ആൻഡ് ചീക്കപ്പൻ മെമ്മോറിയൽ സ്പോൺസർഡ് ബൈ കെ സി പയസ് കോണത്ത്. കോണത്ത് ചുമ്മാർ സൈമൺ മെമ്മോറിയൽ സ്പോൺസർഡ് ബൈ മാക്സ് സ്റ്റാലിൻ കോണത്ത്. കല്ലുങ്കൽ ഔസോ ആൻഡ് ത്രേസ്യ മെമ്മോറിയൽ സ്പോൺസർഡ് ബൈ ടോമി കല്ലുങ്കൽ. അടുത്തത് കടകത്ത് ജോസഫ് ആൻഡ് മേരി ജോസഫ് മെമ്മോറിയൽ